അപ്പോൾ ഇതൊരു ആൽക്കിൽ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിനെ എങ്ങനെ ഈ പേര് വന്നു? നമ്പർ ഓഫ് കാർബൺസ് ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്, മെയിൻ ചെയിനിൽ ഏറ്റവും നീളം കൂടിയ ചെയിനിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക. 1 2 3 4 5 5 ഉണ്ട്. അപ്പോൾ നമ്മൾ 5 എന്ന് എഴുതി. വേർഡ് റൂട്ട് നമ്മൾ ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ ചെയിന് നമുക്ക് അറിയണം. അപ്പോൾ ഇതിൽ 5 ഉണ്ടെങ്കിൽ എന്താ പറയുക? പെൻറ്റ്. അപ്പോൾ നമ്മളത് പെൻറ്റ് എന്ന് എഴുതി. ഇതിൻ്റെ സഫിക്സ് ഇതിൽ പറയുന്നുണ്ട് എന്ത് ചേർക്കണം? ANE ചേർക്കണം, എയും ചേർക്കണം. പിന്നെ നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പാണ്. ഒന്നാ വരുന്നുള്ളൂ, ഇതിൻ്റെ ബ്രാഞ്ചിൽ ഒന്നാ വരുന്നുള്ളൂ. പിന്നെ പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് നമുക്ക് ആദ്യം എണ്ണണം. 1 2 3 4 5. ഇവിടെ വരുമ്പോൾ 4ാമത്തെ വരിക. നമുക്ക് എന്താ വേണ്ടത്? കുറവ് എണ്ണം ഇവിടെ കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എണ്ണാം. 1 2. ഇവിടെ 2ാമത്തെ സ്ഥാനത്താണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എണ്ണി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2. അപ്പോൾ നമ്മൾ ഇത് UPSC നെയിം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ശാഖ ഇരിക്കുന്നത് ഏതില? മെയിൻ ബ്രാഞ്ചിൽ നിന്ന് 2ാമത്തേൽ. അപ്പോൾ ആദ്യം നമ്മൾ 2 എന്ന് എഴുതി ഒരു ഹൈഫൺ ഇടാം. പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്. അപ്പോൾ 2 എന്നിട്ട് ഹൈഫൺ ഇട്ടിട്ട് പിന്നെ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ? മീഥൈൽ. ഈ മീഥൈൽ എഴുതി. വേർഡ് റൂട്ട്, ഇതിൻ്റെ വേർഡ് റൂട്ട് പെൻറ്റാണ്. അപ്പോൾ നമ്മൾ പെൻറ്റ് പ്ലസ് സഫിക്സ് വരുന്നത് ANE ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് UPSC ഏതിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ.